ആടാ നീ എത്തിയ വിടടാ. ആ എന്താ ഓൾക്കാകെ മാറിപ്പോയല്ലടാ. ആ നീ അതെ മാറി. മൊത്ത കുട്ടിത്തൊക്കെ പോയി. സീരിയസ് ആയല്ലോ. അതെ. പിന്നെ ഇൻഫോ പാർക്കിലെ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? അവിടെ കുഴപ്പമില്ലടാ. ഇവിടെ കഷ്ടപ്പെട്ട് കുറച്ച് കയറാൻ, പക്ഷെ ഇപ്പൊ സെറ്റാണ്. നിന്റെ എസ്റ്റേറ്റ് ഒക്കെ ഇപ്പൊ ഇങ്ങനെ? ഇല്ല, അവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഞാൻ വല്ലപ്പോഴും പോയാൽ മതി. പിന്നെ ചേട്ടക്കാരെ നോക്കണം. ഹലോ, ഐ വിൽ കോൾ യു ബാക്ക്. ഐ മീൻ മീറ്റിംഗ്. ഓക്കെ. എന്താടാ, ഓഫീസിൽ നിന്നാണോ? അല്ലടാ, അത് പറഞ്ഞിട്ടില്ലേ. എടാ ഞാൻ അവിടെ ഒരു കുട്ടിയായിട്ട് കമ്മിറ്റഡ് ആണ്. ഓഫീസിൽ തന്നെ ഉള്ളതാ. ഞങ്ങളവിടെ ലിവിങ് ടുഗദർ ആണ് കൊച്ചിയിൽ ഇപ്പോ. അവള് വിളിച്ചതാ രാത്രി എത്തുമെന്ന് അറിയാൻ. നിന്റെ കോളേജിലൊരു എന്താ അവളുടെ പേര്? ലക്ഷ്മി. അവള് പോയ പിന്നെ നീ സിംഗിൾ തന്നെയാണല്ലേ? അതേടാ, ഞാന് ഇപ്പൊ വേറെ മാട്രിമോണിയിൽ കൊടുത്തിട്ടുണ്ട്. വീട്ടുകാരൊക്കെ അത് നോക്കണേ. അപ്പൊ നമ്മുടെ പാലൊരു അബ്കാരി ഉണ്ട്, ആളുടെ മോളെ നോക്കണുണ്ട്. പിന്നെ ഇപ്പൊ വരുന്ന തിങ്കളാഴ്ച പോകണം. അഡ്വാൻസ് കൺഗ്രാറ്റ്സ്. താങ്ക് യു. എടാ പിന്നെ നമുക്ക് നമ്മുടെ പഴയ ഗ്യാങ് ആയിട്ട് ഒരു ട്രിപ്പ് പോയാലോ? ഈ വട്ടവട കൊഴുക്കുമല ഭാഗത്തേക്ക് പോവാടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ താറ് എടുക്കാം. ഞാൻ വേണേ പച്ചറി കേട്ടോ. വേണ്ടാ, ഞാൻ ലൈംവേല കയറ്റിണ്ട്. നമുക്ക് താറിൽ തന്നെ പോവാം. എടാ, അവിടെ ഒരു റിസോർട്ട് ഉണ്ട്, അത് എനിക്ക് ഷെയർ ഉണ്ട്. ആണോ? വട്ടവടയില്. അതന്നെ ആയിക്കോട്ടെ. എടാ ഇങ്ങനൊക്കെ പറയണ്ടേ? അതിന് പണിക്ക് പോണം. എന്റെ ചങ്കാര എസ്റ്റേറ്റ് മുതലാളി, പിന്നെ എന്തിനാണ് ഞാൻ പണിക്ക് പോണേ? നിനക്ക് പിന്നെ ഇൻഫോ പാർക്കിൽ ജോലി ഉണ്ടല്ലോ, സേഫ് അല്ല ജീവിതം. എടാ എസ്റ്റേറ്റിൽ ഏതൊക്കെ കൃഷി നിനക്ക് അറിയാടാ? നെല്ല് നെല്ല് അല്ല, നീ എസ്റ്റേറ്റ് മുതലാളി തന്നെ. താങ്ക് യു. അബ്കാരിയുടെ മോളെ കിട്ടുമ്പോ വിളിച്ചോളട്ടെ. ലിവിങ് ടുഗദർ മോനെ ഉണ്ടാക്കല്ല.